നിങ്ങൾ ബിഗ് ബോസ് ആണെന്ന ഒരാളാണെങ്കിൽ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ സക്സസ്ഫുൾ ആവില്ല. വേറൊന്നുമല്ല, ഇത്രയും നെഗറ്റീവ് പിടിച്ചൊരു പരിപാടി നിങ്ങൾ കണ്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ നിങ്ങളുടെ ലൈഫിൽ എത്രയും വലിയൊരു പ്രശ്നം എന്തോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറൊന്നുമല്ല, കുറച്ച് ദിവസം മുന്നേ ഞാൻ 2-3 എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കി. എന്റെ പൊന്നെ, സത്യം പറയാമല്ലോ, ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ പോയിരുന്നത്. വേറൊന്നുമല്ല, അത്രത്തോളം നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാഡിസ് മെന്റാലിറ്റി. അത് മുതലെടുത്താണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം ഈ ഒരു പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. വേറൊന്നുമല്ല, ആ പരിപാടി ഞാൻ പേഴ്സണലി കണ്ടിട്ട് എനിക്ക് അതിനകത്ത് നിന്ന് ഒരു പോയിന്റ് പോലും ഒരു പോസിറ്റീവ് എനർജി എടുക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, അതിനകത്ത് അടി, ഇടി, വഴക്ക്, റൊമാൻസ് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുന്ന പോലും വളരെയധികം വിപത്താണ്. വേറൊന്നുമല്ല, സൊസൈറ്റിയിൽ ഇത് കണക്കുള്ള പ്രോഗ്രാംസ് പാടില്ല. അതുപോലെ നിങ്ങൾ ചിന്തിക്കും നിങ്ങളൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ഇത് കാണുന്നതെന്ന്. ഇത് കാണുന്നത് കൊണ്ട് നിങ്ങൾ ചിന്തിക്കാതെ തന്നെ നിങ്ങളുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. വേറൊന്നുമല്ല, ബിഗ് ബോസ് എന്ന് പറയുന്ന ബിഗ് ബ്രദറിൽ നിന്ന് വന്നൊരു പ്രോഗ്രാമാണ്. സോ അതിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് സ്ട്രഗിൾ ചെയ്യിക്കുക, അവരുടെ അതിനകത്ത് നിന്ന് കിട്ടുന്ന എനർജി നമ്മൾ എടുക്കുക. അതായിരുന്നു ഇവരുടെ മെയിൻ മോട്ടീവ്. അത് തന്നെയാണ് ഏഷ്യാനെറ്റ് ഇവിടെ ചെയ്യുന്നത്. കുറെ ആൾക്കാരെ കൊണ്ട് ഒരു വീട്ടിൽ പൂട്ടിയിടുക, അവർക്ക് കിട്ടേണ്ട ഒന്നും കൊടുക്കാതിരിക്കുക, അതിനകത്ത് നിന്ന് വരുന്ന കോൺഫ്ലിക്റ്റിനെ അവർ മാർക്കറ്റിംഗ് ചെയ്യുവാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഈ ഒരു പരിപാടി കാണാതിരിക്കുക. ലാലേട്ടാ, പ്ലീസ്, നിങ്ങൾക്ക് 100ഓളം സിനിമകൾ അഭിനയിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് ഇത് കണക്കൊരു കൂറ പരിപാടിക്ക് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ബിഗ് ബോസ് കണ്ട് വെറുതെ സമയം കളയുന്ന ഫ്രണ്ട്സ് എന്തായാലും നിങ്ങൾക്ക് കാണുമല്ലോ. ഷുവറായിട്ട് ഈ വീഡിയോ സെൻഡ് ചെയ്യുക. വേറെ ഒന്നുമല്ല, വെറുതെ അവരുടെ ലൈഫ് എന്തിനാ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്നത്.